2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏറെക്കുറെ വ്യക്തമായി പുറത്തു വന്നു. പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം LDF ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ പ്രവചിച്ച മുന്നേറ്റം VD സതീശനും സംഘത്തിനും നേടാനായി. 100 സീറ്റ് എന്നുള്ള ഒരു ഭാഗ്യ നമ്പർ അവർ പ്രവചിച്ചിരുന്നു. ആ നമ്പറിന് മുകളിലേക്ക് എത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതേസമയം നമ്മൾ പ്രതീക്ഷയോടെ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും അധികാരം നിലനിർത്തുമെന്ന് കരുതിയിരുന്ന LDFന് വളരെ ദയനീയമായ ഒരു തിരിച്ചടി ഉണ്ടായി. ഇനി UDF അധികാരത്തിലേക്ക് വരികയാണ്. മുഖ്യമന്ത്രി ചർച്ചകളും മന്ത്രിമാരുടെ ചർച്ചകളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ആരംഭിക്കാൻ ഇനി അധികം സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് ചർച്ചകളിലേക്ക് തുടങ്ങും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ് UDF ഉള്ളത്. ഇപ്പോൾ ഒരു കാര്യത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഹൈക്കമാൻഡുമായിട്ട് ഒരു വിലപേശലിൻ്റെ ആവശ്യമില്ല, മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണയുടെ ആവശ്യമില്ല. അങ്ങനെ ഒരു സമ്മർദ്ദ സാധ്യതകളും നിലവിൽ UDFനെ അലട്ടുന്നില്ല. അപ്പോൾ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ആർക്കായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള യോഗ്യത എന്ന് പറയുന്നത്? തീർച്ചയായും നമ്മൾ ഇന്ന് രാവിലെ വരെ പറയുമ്പോൾ 3 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF നിന്ന് ഉയർന്നു കേട്ടത്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞത്. 3 പേരും യോഗ്യരാണ്. 3 പേർക്കും എല്ലാ യോഗ്യതകളും ഉണ്ട്. 3 പേർക്ക് പാർട്ടിക്ക് ഈ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചവരാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ 100 എന്നുള്ളത് നമുക്കറിയാം. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു പറഞ്ഞിരുന്നത് 100 സീറ്റ് UDF നേടുമെന്ന്. ആ നമ്പറിലേക്ക് എത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമുക്കറിയാം 80 എക്സിറ്റ് പോളുകളെല്ലാം 80ഓളം 85ഓളം പറഞ്ഞു. അത് 90 എത്തിയെങ്കിൽ തന്നെ അത് VD സതീശൻ്റെ ഒരു നേതൃമികവ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ 100ലേക്ക് എത്തുമ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറൊരു ആൾക്കും അവകാശം ഉന്നയിക്കാൻ വേണ്ടി പറ്റില്ല. അത് VD സതീശൻ തന്നെയായിരിക്കും കേരള മുഖ്യമന്ത്രി VD സതീശൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. KC വേണുഗോപാൽ എന്ന നേതാവിനെ ഇനി കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിന് KCയും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അംഗീകരിച്ചേ പറ്റൂ. ഈ പറഞ്ഞ പോലെ 71 സീറ്റ് വേണ്ടെടുത്ത ഒരു 75-76 ഒക്കെ ആയിരുന്നെങ്കിൽ KC വേണുഗോപാൽ എന്നൊരു നേതാവിനെ കേന്ദ്രം കെട്ടിയിറക്കിയേനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേതൃത്വം വേണ്ടി കൊടുത്തേനെ. പക്ഷേ 5 വർഷം പ്രതിപക്ഷത്ത് നിന്ന്, കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷത്ത് നിന്ന് UDFനെ നയിച്ച, കോൺഗ്രസിനെ നയിച്ച VD സതീശൻ അയാളുടെ ആ ഒരു യാത്ര വിജയത്തിലേക്ക്, അതും തിളക്കമാർന്ന വിജയത്തിലേക്ക്. ആദ്യത്തെ 5 വർഷം പിണറായി സർക്കാർ ഭരിച്ചു, വീണ്ടും ഭരണം തുടർച്ചയിലേക്ക് എത്തുന്നു. അത് വലിയൊരു വിജയം തന്നെയായിരുന്നു. ചരിത്രമായിരുന്നു കേരളത്തിൽ 5 വർഷം കൂടെ ഭരണത്തിൽ മാറ്റമില്ല എന്നത്. ആ ഒരു വലിയൊരു ഒരു ചരിത്രവുമായിട്ട് മുന്നോട്ട് വന്ന പിണറായി സർക്കാരിനെ കേവലം 35 സീറ്റുകൾക്ക് അടുത്തേക്ക്, അല്ലെങ്കിൽ അതിൽ താഴേക്ക് അന്തിമ ഫലം വരുമ്പോഴേക്ക് നമ്പർ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ നമ്പറിലേക്ക് താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ചരിത്ര തോൽവിയിലേക്ക് CPM-നെ LDF-നെ തള്ളിവിടുന്നതിൽ നിർണായക പങ്ക് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യ പേരും അവസാനത്തെ പേരും VD സതീശൻ എന്ന് തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞാൽ VD സതീശൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ VD സതീശനെ ഇനി ഒരു ഘട്ടത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ലാത്തൊരു സാഹചര്യം ജനങ്ങൾ അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞു. അതെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ VD സതീശൻ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയുടെ പേരാണ്, അല്ലെങ്കിൽ പിന്നെ KC വേണുഗോപാൽ വരുമ്പോൾ ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി, ഒരു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. VD സതീശനായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ VD സതീശൻ ഈ കഴിഞ്ഞ 5 വർഷം നടത്തിയ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, അതായത് ജാതി മത സമവാക്യങ്ങളെല്ലാം നിർത്തേണ്ടടുത്ത് നിർത്തി, അടുപ്പിച്ചില്ല, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തി, തള്ളിപ്പറയേണ്ട കാര്യങ്ങൾ തള്ളിപ്പറഞ്ഞു. അതേ സമയത്ത് ഒപ്പം നിർത്തേണ്ടവരെ നിർത്തിയിട്ടുമുണ്ട്. ചില നേതാക്കന്മാരിൽ നിന്നുണ്ടായത്, അല്ലെങ്കിൽ ചില മത നേതാക്കന്മാരിൽ നിന്നുണ്ടായ പ്രസ്താവനകൾ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെ നിലപാടുകൾ, അദ്ദേഹം നടത്തിയ പ്രസ്താവനകളൊക്കെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തുറന്ന ഒരു നിലപാട്, ജനപക്ഷത്തിനൊപ്പം നിന്ന് ഈ എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കാം, ജനങ്ങളുടെ വോട്ട് എങ്ങനെ നേടിയെടുക്കാം എന്ന് തെളിയിച്ചു. അതേ ഈ 5 വർഷം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹം പലപ്പോഴും പാർട്ടിയിൽ നിന്ന് ഒരു വ്യത്യസ്തനായപ്പോൾ അവർ തമ്മിലൊക്കെ ഒരു പ്രതിപക്ഷ നേതാവും, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സണ്ണി ജോസഫും തമ്മിൽ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. അത് നമ്മൾ അത്രത്തിലേക്ക് ഇപ്പം ചർച്ച പോവുകയാണെങ്കിൽ കുറച്ചധികം കാര്യം പറയേണ്ടി വരും. അത് ചിലപ്പോൾ സതീശൻ അനുകൂലമായ കാര്യങ്ങളായിരിക്കില്ല. കാരണം Suധാകരൻ എന്ന നേതാവ്, കാരണം കഴിഞ്ഞ തവണ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവും മുല്ലപ്പള്ളി പാർട്ടി അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരു മാറ്റത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ VD സതീശനെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു മാറ്റത്തിന് കേസിനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് Suധാകരനെ കൊണ്ടുവന്നത്. ആ Suധാകരൻ എങ്ങനെ പുറത്തേക്ക് പോകേണ്ടി വന്നു എന്ന് നമുക്കറിയാം. നിലവിലെ രാഷ്ട്രീയ അത് സതീശൻ കൃത്യമായി വഴിവെട്ടി വന്നൊരു നേതാവാണ്, കൃത്യമായ വീക്ഷണത്തോടെ വന്നൊരു നേതാവാണ്. അപ്പം അതിനിടയിൽ തള്ളിപ്പോയ ആൾക്കാരെ ആരൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല എന്നുള്ള പേര് സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെട്ടത് എന്താണ് നമുക്കറിയാം. നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമ്പം ഈ ഒരു തിളക്കമാർന്ന വിജയത്തിനിടയിൽ ചിലപ്പോൾ ഒരുപക്ഷെ VD സതീശൻ്റെ ചില നെഗറ്റീവ് കാര്യങ്ങളോട് നമ്മൾ പറയേണ്ടി വരും. അതിലേക്ക് കടക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഘട്ടത്തിൽ നമ്മൾ അതും കൂടെ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഒരു ക്രെഡിബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ, ഈ പ്രതിപക്ഷ നേതാവിന് ഏറ്റവും കൂടുതൽ ഈ
ഈ പ്രചാരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ UDF ഒരു ബഹുദൂരം മുന്നിലായിരുന്നു. എല്ലാ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റിയിരുന്നു. LDFന് അത് പാർട്ടി സംവിധാനത്തിൽ എത്രത്തോളം പറ്റിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയ പക്ഷേ സോഷ്യൽ മീഡിയ അത് ഒരു പരിധിവരെ നല്ല പങ്ക് വഹിച്ചിരുന്നു. അതിൽ വരുന്ന ഒരു പേജാണ് നുണേഷ് എന്നൊരു പേജ്. ആ പേജിന് ഇപ്പോൾ ഒരു നേതാവിനെ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക, അപമാനിക്കില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. കാരണം കൃത്യമായി സതീശൻ ഓരോ ദിവസവും പറഞ്ഞ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ആ പേജ് വന്നത്. ആ പേജ് 5-6 പേജ് പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമുക്കറിയാം, അതിന് മുന്നേ തന്നെ പറഞ്ഞ വാക്കുകളിൽ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ നിലപാടിൻ്റെ രാജകുമാർ, അങ്ങനെ പലതും കോൺഗ്രസ്സിൽ പറയുന്നുണ്ടെങ്കിലും ഇന്ന് രാവിലെ പറഞ്ഞത് നാളെ രാവിലെ നമുക്ക് മാറ്റി പറയുന്നൊരു നേതാവായിട്ട് VD സതീശനെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. അതായിരുന്നു നുണേശൻ എന്ന പേജിലൂടെ അവർ പൊളിച്ചെഴുതിക്കൊണ്ടിരുന്നത്. വേറെ ആ പേജുകൾ വന്നത് മറ്റൊന്നുമല്ല. VD സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, ആ ഡേറ്റ് സമയം കൊടുക്കുന്നു, VD സതീശൻ്റെ പഴയ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പുതിയ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, അതിൻ്റെ ടൈമും സമയം കൊടുക്കുന്നു. വേറെ ഒന്നും അതിലുണ്ടായിരുന്നില്ല. അതിൽ VD സതീശനെ തുറന്ന് കാണിക്കാൻ വേണ്ടി പറ്റിയിരുന്നു. അങ്ങനെ പറഞ്ഞു. അത് പക്ഷേ ഇത് പറയുമ്പോഴും അതിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയുമ്പോൾ ജിവനിപ്പം പറഞ്ഞ ഏറ്റവും പോസിറ്റീവ് ഒരു കാര്യമുണ്ട്. സാമുദായിക സംഘടനകളെ സതീശൻ തെല്ലും വില കൽപ്പിച്ചിട്ടില്ല. അതായത് ഇതിനു മുന്നേ UDF ഭരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ LDFൻ്റെ ഇപ്പോഴത്തെ ഭരണത്തിലായാലും LDFിലേക്ക് അങ്ങനെ CPMലേക്ക് അങ്ങനെ കൈ കടത്താൻ വേണ്ടി ഒരാൾക്കും പറ്റാറില്ല, അഭിപ്രായം പറയാറുണ്ട് പുറത്തിരുന്നു. പക്ഷേ UDFിൻ്റെ മുൻകാലത്തൊക്കെ നമുക്കറിയാം, താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി വന്നത് ഇപ്പോൾ പാർട്ടി അധ്യക്ഷനായിരിക്കുന്ന ആരാണോ അയാളെ താക്കോൽ സ്ഥാനത്ത് നിയമിക്കണമെന്ന് NSSൻ്റെ സെക്രട്ടറി പരസ്യമായി പറഞ്ഞൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പലപ്പോഴും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സമുദായ സംഘടനയും തെരഞ്ഞെടുക്കാൻ പോകില്ല എന്ന് പറഞ്ഞൊരു നേതാവാണ് VD സതീശൻ. പക്ഷേ സതീശൻ്റെ അനുയായികൾ വന്നു എന്നൊക്കെ പറഞ്ഞ് ഈ നേതാക്കളൊക്കെ പലപ്പോഴും തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു ഘടകം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവസ്ഥയിൽ, ഈ പറഞ്ഞ 100ലേക്ക് എത്തുന്നൊരു മാൻഡേറ്റ് ലഭിച്ചൊരവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ പെരുന്നയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നായാലും, അത് ഏത് സ്ഥലത്തു നിന്നായാലും അവിടുന്ന് പോകുന്ന ലിസ്റ്റ് അനുസരിച്ചായിരിക്കില്ല മന്ത്രിസഭ വരുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. അത് ഘടകകക്ഷികളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് തന്നെ ആയിരിക്കും. പക്ഷേ ഈ ഭരണം ലഭിച്ചത് കൊണ്ട് ഇനി വീണ്ടും ഒരു തുടർച്ചയിലേക്ക് അടുത്ത 5 വർഷം കൊണ്ട് കഴിയുമ്പോഴേക്ക് വീണ്ടും ഒരു തുടർച്ച വേണമെന്ന് കരുതി അങ്ങനെ ഒരു പീഡനത്തിലേക്ക് കടക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിന് VD സതീശൻ എന്നൊരു നേതാവ് എനിക്ക് തോന്നുന്നില്ല. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് 100 മാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കേരളത്തിൻ്റെ ഒരു സാമുദായികമായ അല്ലെങ്കിൽ സാമുദായിക ഒരു ഐക്യത്തിനും അല്ലെങ്കിൽ അതിന് വീഴ്ച വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സതീശൻ ശ്രമിക്കാറുണ്ട്. അത് പറയുമ്പോൾ ഗോൾവാക്കറിന് മുമ്പിൽ മറ്റു വിളക്കത്തിച്ച് അങ്ങനത്തെ പല കാര്യങ്ങളും അപ്പുറം പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇത് പറഞ്ഞാലും ഈ സമുദായ സംഘടനാ നേതാക്കളുടെ പണ്ട് പിണറായി നമുക്കറിയാം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകളൊക്കെ തള്ളി പറഞ്ഞത് എത്ര കൃത്യമായി തള്ളി പറഞ്ഞാണെന്ന് അറിയാം. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കണക്കുകളെടുത്ത് അല്ലെങ്കിൽ ഒരു കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ടായേക്കും. ഒരുപക്ഷെ ഉണ്ടായേക്കും അല്ലെങ്കിൽ ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടായാലേ പറ്റൂ. അപ്പം അങ്ങനെ വരുമ്പം ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശൻ എത്തുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി സതീശൻ എത്തുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പടിക്ക് പുറത്ത് നിൽക്കും. സതീശൻ അതിലൊക്കെ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതിൽ സംശയമില്ല. ഇത് ഈ 100 എന്നുള്ള ഒരു നമ്പറിലേക്ക് UDFനെ VD സതീശൻ എത്തിക്കുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അത് രമേശ് ചെന്നിത്തലയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇലക്ഷൻ്റെ ഒരു എക്സിറ്റ് പോൾ വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഒരു പരോക്ഷമായിട്ടുള്ള നീക്കങ്ങളൊക്കെ വർക്കുകൾ, അതായത് അവർ ഓരോരുത്തരും സ്വന്തമായിട്ട് ഓരോ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് KCU നടത്തുന്നുണ്ട്, രമേശ് ചെന്നിത്തല നടത്തുന്നുണ്ട്, VD സതീശനെ അനുകൂലിക്കുന്നവർ നടത്തുന്നുണ്ട്, അങ്ങനെ എല്ലാവരും നടത്തുന്നുണ്ട്. പക്ഷേ ഈ 100 എന്ന നമ്പറിലേക്ക് എത്തിയതോടുകൂടി VD സതീശൻ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ ഈ ഹൈക്കമാൻഡിന് മുന്നിലും പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ഒന്നാന്തര നേതാവായി മാറുന്നു. അതിനോടൊപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു വാദം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലാതായി. അദ്ദേഹത്തിന് ഇനി മുന്നിലുള്ള ഒരു ആഭ്യന്തര വകുപ്പ് എന്നുള്ളൊരു വകുപ്പാണ്. തീർച്ചയായും നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൽ സർക്കാരിൻ്റെ ഇടക്കാലാണ് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് കയറി വന്നത്. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ 5 വർഷത്തേക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടുന്നതിൽ യാതൊരു സംശയമില്ല. ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനും ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകാനും സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തയ്യാറായേക്കും. പക്ഷേ അതിൽ എനിക്ക് ചെന്നിത്തല എന്താണ് കാണുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു പക്ഷേ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ ഒരു മുതിർന്ന നേതാവിൽ മാറി നിൽക്കുമെന്നറിയില്ല. കാരണം അയാൾ ആഭ്യന്തരമന്ത്രി ആയി കഴിഞ്ഞ വ്യക്തിയാണ്. ആഭ്യന്തരമന്ത്രി സ്ഥാനം അദ്ദേഹത്തെ മോഹിപ്പിക്കുന്നൊരു പദവി ആയിരിക്കില്ല. ചെന്നിത്തലയ്ക്ക് മോഹിപ്പിക്കുന്നൊരു പദ്ധതി അത് മുഖ്യമന്ത്രി തന്നെയായിരിക്കും. കാരണം ഇപ്പം ഈ തവണ കൂടി ഇത് കഴിഞ്ഞാൽ തന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ സതീശൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കില്ല തുടരുന്നത്. ആ ഒരു മാറ്റിട്ടുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും 5 വർഷം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആവാനുള്ള അവസരം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. കാരണം ഇത്തവണ അയാൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇപ്പോഴും ഈ അവസ്ഥയിലും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുനീക്കങ്ങളൊക്കെ ഒരുപക്ഷെ നടത്തിയേക്കും എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം ഇത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇല്ല, മുഖ്യമന്ത്രി പദവി ലഭിക്കാനില്ല. അപ്പം അത് ലഭിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ മന്ത്രിസഭയിൽ ഒരു മുതിർന്ന നേതാവായി മാറി നിന്നേക്കാം എന്നതും കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹം അല്ലെങ്കിൽ അത് തയ്യാറാവുകയാണെങ്കിൽ ഒരു സംശയമില്ല ആഭ്യന്തര വകുപ്പ് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കും. മുഖ്യമന്ത്രിയായിട്ട് VD സതീശനാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ചെന്നിത്തല തന്നെ വന്നേക്കും. ഇതിൽ ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ KC വേണുഗോപാൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ എല്ലാ ക്രെഡിറ്റും VD സതീശന് മാത്രം കൊടുക്കേണ്ടതില്ല എന്ന് പറയും. കാരണം ഈ സമയത്ത് നമുക്കറിയാം ഈ ഇലക്ഷൻ്റെ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ അതിന് മുന്നേ അദ്ദേഹം കേരളത്തിൽ എത്രത്തോളം ആക്റ്റീവായിരുന്നുള്ളൊരു ചർച്ച വിഷയമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്
സമയത്ത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ ഇപ്പം LDFിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അമ്പയെ പാളി പരാജയപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ വിജയം തരംഗത്തിനുള്ളിൽ ജയിച്ചു പോയവരുണ്ടെങ്കിൽ കൂടി അത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയൊരു പങ്കുണ്ട്. അത് ഇവിടുന്ന് കൊണ്ടുപോയ ലിസ്റ്റോ അല്ലെങ്കിൽ കൊണ്ടുപോയ പലരും കൂട്ടിക്കൊണ്ട് കൊടുത്ത ലിസ്റ്റോ എല്ലാം മാറ്റിയിട്ട് KC വേണുഗോപാലിൻ്റെ ലിസ്റ്റ് തന്നെയാണ് ഈ മണ്ഡലത്തിൽ സംസ്ഥാനത്ത് ഇറക്കിയതെന്നുള്ള യാതൊരു സംശയമില്ല. അങ്ങനെ സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ കൃത്യമായി ഇപ്പം സീറ്റ് കിട്ടാതെ പോയ ഓരോ നേതാക്കളെയും പ്രാദേശിക നേതാക്കളെയും ചേർത്ത് പിടിച്ച് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചേർത്ത് അവരെ നേരിൽ കാണാൻ സമയം കണ്ടെത്തി അവരോട് സംവദിച്ച് അവരോട് സർക്കാർ അധികാരത്തിൽ വന്ന് നിങ്ങൾക്ക് അതിൻ്റെ റോൾ ഉണ്ടാവും, നിങ്ങൾ ഈ മത്സരിക്കാത്ത ആൾക്കാരായിരിക്കും സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് എത്തുക എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി പറ്റുന്നു. കാരണം പല മണ്ഡലങ്ങളിലും സതീശൻ വിസ്മയം പ്രഖ്യാപിച്ചപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങിയപ്പോൾ പല മണ്ഡലങ്ങളിൽ നിന്നും പല നേതാക്കളും പ്രാദേശിക നേതാക്കളും യുവ നേതാക്കളും പാർട്ടി വിട്ടേക്കും എന്നൊരു സൂചന ഉണ്ടായിരുന്നു. ആ നേതാക്കളൊന്നും പാർട്ടി വിടാണ്ട് ആ നേതാക്കളെല്ലാം കൂടെ നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി KC വേണുഗോപാലിന് പറ്റിയിട്ടുണ്ട്. അതിൽ KC വേണുഗോപാൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ വിജയത്തിനൊരു ക്രെഡിറ്റ് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ പറ്റായികയൊന്നുമില്ല. പക്ഷേ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് അത് സതീശനാണെന്ന് പറയുമെങ്കിൽ കൂടി ഈ ഒരു സാധനം KC വേണുഗോപാലിൻ്റെ KC വേണുഗോപാൽ ഇടപെട്ട രീതി നമുക്ക് കണ്ടിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളും ഓരോ നേതാക്കളെയും അത് CPMൻ്റെ കോട്ടകളായാലും അവിടെ പോയിട്ടായാലും ഈ പറഞ്ഞ പോലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലൊക്കെ വരുമ്പോൾ KCക്ക് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ വരാൻ വേണ്ടി പറ്റിയത് അതെല്ലാം വരുമ്പം ഈ പറഞ്ഞ നേതാക്കളെ പിന്തുണ അത് KC വേണുഗോപാൽ ലഭിക്കും. ഒരുപക്ഷേ പാർലമെൻ്ററി പാർട്ടിയാണല്ലോ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത്. അവിടെ വരുമ്പം ഏറ്റവും കൂടുതൽ ഇപ്പം തെരഞ്ഞെടുക്കപ്പെട്ട MLA കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ MLA സ്ഥാനാർത്ഥികളെല്ലാം അത് ഭൂരിഭാഗവും KC വേണുഗോപാൽ പിന്തുണയ്ക്കുന്നവരെ KC വേണുഗോപാൽ കൊണ്ടുവന്ന അല്ലെങ്കിൽ നിർദ്ദേശിച്ചവരായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിന് സപ്പോർട്ട് KCക്ക് വന്നാൽ ഒരു പക്ഷേ ഇത് പറഞ്ഞു. പക്ഷേ KC ഈ ഒരു സാഹചര്യത്തിൽ KCക്ക് അത് നിൽക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു ധാർമ്മിക പ്രശ്നം ഉണ്ടായേക്കാം. ഒരു 2 ഉപതെരഞ്ഞെടുപ്പ് വരണം. ഒന്ന് ഒരു MLA രാജിവെപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് മത്സരിച്ച് 6 മാസത്തിൽ വരാൻ. പിന്നെ അതിൽ ആലപ്പുഴ ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരേണ്ട ഒരു 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതുകൊണ്ട് അതിന് തയ്യാറായിക്കില്ല. കാരണം 100 എന്നുള്ളൊരു സംഖ്യ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ VD സതീശൻ എന്നൊരു നേതാവിനോടൊരു നല്ലൊരു നേതാവിനെ കാണിക്കാനുണ്ട്. ചെന്നിത്തല K സുധാകരൻ പറഞ്ഞതുപോലെ KC വേണുഗോപാലിൻ്റെ കാലത്തിനായി കാത്തിരിക്കുന്ന നേതാക്കളുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ഈ KC വേണുഗോപാൽ പോലുള്ള നേതാക്കൾ K സുധാകരനെ പോലുള്ള നേതാക്കൾ അവർക്ക് തങ്ങൾക്ക് കിട്ടിയതൊരവസരം നഷ്ടപ്പെട്ട അവസരത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നുണ്ടാവാം. ഈ ഒരു ട്രെൻഡിൽ മത്സരിച്ചെങ്കിൽ അവരും ജയിച്ചേനെ, അവർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചേനെ, അവർ താക്കോൽ സ്ഥാനം തന്നെ ലഭിച്ചേനെ. അപ്പം അതിന് പറ്റും. അപ്പം അതിന് തടയിട്ടത് സതീശനാണെന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ അവരെന്തായാലും ഇപ്പം KCക്കൊപ്പം നിൽക്കും. സതീശനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അവർ പിന്തുണ ചിലപ്പോൾ ഒരുപക്ഷേ ചെന്നിത്തലയ്ക്ക് ലഭിച്ചേക്കാം, ചെന്നിത്തലയ്ക്ക് ലഭിച്ചില്ലെങ്കിലും KCക്ക് ലഭിച്ചേക്കാം. അങ്ങനെ വന്നാൽ നമ്മൾ പറയുന്നത് അർഹതയുണ്ട്. ഇപ്പം നിലവിലെ ആരും മറ്റാർക്കാളും അവകാശം ഉന്നയിക്കാൻ വേണ്ടി പറ്റും, യോഗ്യതയുണ്ട് സതീശനാണ്. പക്ഷേ പാർലമെന്ററി പാർട്ടിയോട് KC വേണുഗോപാലിനെയും കെട്ടിയിറക്കാം. അതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം ലിജിന് പറഞ്ഞല്ലോ, ഇപ്പം K സുധാകരൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ K സുധാകരൻ മത്സരിക്കാതിരുന്ന ഈ ഒരു ഘട്ടത്തിൽ നേട്ടമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇത് താക്കോൽ സ്ഥാനത്തിന് വേണ്ടി ഉറപ്പാണ്. ഇപ്പം കണ്ണൂരിലും പേരാവൂരിലും അവർ പിന്നെ ജയിച്ചു കഴിഞ്ഞു. കണ്ണൂരിലെ സീറ്റിലൊക്കെ ഇത് അന്ന് മത്സരിച്ച് ജയിച്ചെങ്കിൽ ഞാനില്ലായിരുന്നു ചിലപ്പോൾ തോറ്റേനെ എന്നുള്ളൊരു സാധനം വന്നു. ഞാൻ മത്സരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെ ഇവിടെ ഇപ്പം മലബാറിലായാലും എവിടെയെങ്കിലും എന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ടാണ് സംസ്ഥാനം ഒട്ടാകെ തരംഗമുണ്ടായിരുന്നു. അത് സ്ഥാപിക്കാൻ സുധാകരനെ പോലെ നേതാവിന് പറ്റുകയും ചെയ്യും. അത് ഈ പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനത്ത് കടി കൂടുകയും ചെയ്യും. അത് ഞാൻ ആദ്യം പറഞ്ഞത് തൻ്റെ വഴി ക്ലിയർ ആക്കാൻ വേണ്ടി സതീശൻ ആദ്യം തന്നെ പറ്റിയിരുന്നു. ആ ക്ലിയർ ആക്കലിലാണ് സുധാകരനെ പോലുള്ള നേതാക്കൾ മാറി നിൽക്കുന്നത്. സുധാകരൻ മാറി നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഇപ്പം നിലവിൽ നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന പറഞ്ഞ നമ്മുടെ KC വേണുഗോപാലിനെ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പം KC വേണുഗോപാൽ സ്വാഭാവികമായിട്ടും ചെന്നിത്തലയ്ക്ക് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ VD സതീശന് പിന്തുണ നൽകും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ നമുക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ടിസ്റ്റോ അല്ല സംഭവിക്കണം. അതിനുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിലില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും നമ്മളിപ്പോൾ KCയുടെ കാര്യം പറഞ്ഞു. KC സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വളരെ മികച്ച രീതിയിൽ ഇടപെട്ടു എന്നുള്ള ഒരു നിർണ്ണയമാണ്. പക്ഷെ അതുപോലെ നമ്മൾ അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യമായ ഒരു ഫണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു സ്ഥാനാർത്ഥികൾ. അവിടെ അടക്കം ഒരു KC വേണുഗോപാലിന് ഒരു ശക്തമായ ഇടപെട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയാണെന്ന് പറഞ്ഞാൽ KCയുടെ PR-നൊപ്പം തന്നെ പാർട്ടിക്കായിട്ട് നന്നായിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. കേരളത്തിലെ പാർട്ടി തിരിച്ചുകൊണ്ടുവന്നാൽ KCക്ക് നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. അത് കേന്ദ്രത്തിനും അറിയാം. ഈ പറഞ്ഞാൽ ഇവിടുന്ന് ഹൈക്കമാൻഡ് റിപ്പോർട്ട് അവിടെ പോയിട്ട് ഇംഗ്ലീഷ് വാർത്തകളൊക്കെ കൊടുത്തിട്ടാണ് ബാക്കിയുള്ളവർ അറിയിക്കുന്നത്. പക്ഷേ KCക്ക് അക്കാര്യത്തിൽ എളുപ്പമുണ്ട്. KCയാണ് ഹൈക്കമാൻഡ് കേരളത്തിലുള്ളത്. രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുത്താൽ KCക്ക് ഒരാഗ്രഹമുണ്ട്. KC ഈ ഘട്ടത്തിലും മുഖ്യമന്ത്രിയാവാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചാൽ അത് KC വേണുഗോപാൽ തന്നെ ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ VD സതീശൻ മന്ത്രിസഭയിൽ അംഗമാകുമോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം VD സതീശൻ്റെ ഉൾക്കൊള്ളുക അത്ര എളുപ്പമായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതവും മറ്റേതും മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കപ്പനും ചുണ്ടനും ഇടയിൽ പല സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടു. കാരണം അതൊരു സാധനം. ഇതൊരു മന്ത്രി വരെ ആവാത്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് പ്രതിപക്ഷ നേതാവായത് മന്ത്രി വരെ ആവാൻ വേണ്ടി പറ്റിയില്ല. കഴിഞ്ഞ മുന്നണി സർക്കാരിലാവുന്ന പ്രതീക്ഷിക്കപ്പെട്ടിട്ടും അവസാനം തള്ളിപ്പോയാണ്. അതുപോലെ നമ്മൾ പറയേണ്ട കാര്യം വെച്ചാൽ ലീഗിൻ്റെ ഒരു സർവ്വാധിപത്യ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലായിടത്തും തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച് വിജയിപ്പിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത്തവണ വലിയൊരു മുന്നേറ്റം എല്ലാ സ്ഥാനാർത്ഥികളിൽ നിന്ന് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചാൽ
2021 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങളിലടക്കം അത് ഒരു വലിയൊരു നേട്ടമായിട്ട് വിജയിച്ച് കയറാൻ സാധിക്കും. ഇത്തവണ ലീഗ് എന്തെങ്കിലും വിലപേശലിന് സാധ്യത? ലീഗിന് 5 മന്ത്രി എന്നുള്ള സംശയമില്ല. അതുപോലെ ഞാൻ ചോദിച്ചാൽ ഇനി ഒരു ഉപമുഖ്യമന്ത്രി അതാണ് അല്ല ഞാൻ പറഞ്ഞ വരുന്നതിൽ കാണാം. 5 മന്ത്രി വിവാദമായിരുന്നില്ല ഏറ്റവും കൂടുതൽ. അതിന്റെ അലയിലുകൾ ഇതുവരെ തീർന്നിട്ടില്ല. പക്ഷെ 5 മന്ത്രി എന്നുള്ള യാതൊരു സംശയം വരുന്നില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള സ്ഥാനം അത് പല നേതാക്കളും പലപ്പോഴും നമ്മൾ ചോദിക്കേണ്ടതില്ല, അറിഞ്ഞു തരും രീതി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവകാശമുണ്ട്, നമ്മൾ പറയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇത് വരുത്തുന്നുണ്ട്. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം പറഞ്ഞാൽ കോൺഗ്രസിന് പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. ഈ പറഞ്ഞാൽ 75-80 ഒക്കെ ആയിരുന്നെങ്കിൽ ലീഗ് പറഞ്ഞാൽ ഭരണം മാറുന്നതിൽ സംശയത്തിൽ കൊടുക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ബലവേശല ലീഗ് തയ്യാറാവും ഞാൻ കരുതുന്നില്ല. എങ്കിൽ കൂടി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുഞ്ഞാലിക്കുട്ടി അർഹനാണോ വെച്ചാൽ യാതൊരു സംശയമില്ല. ഇതൊരു ടീം വിജയമാണ്, ടീം UDFന്റെ വിജയമാണ്. അത് സതീശിൻ്റെ കോൺഗ്രസിൻ്റെ മാത്രം വിജയമല്ല, ടീം UDFന്റെ വിജയമാണ്. ആ വിജയത്തിൽ നിർണായക പങ്ക് പിന്നെ നമ്മൾ ഈ പറഞ്ഞ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ് ജയിച്ചിരിക്കുന്നത്. അവിടെ ഈ അഴീക്കോട് കരിയഞ്ചലര മണ്ഡലം തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അങ്ങനെ CPM കോട്ടകൾ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പറ്റുന്നത് അത് ലീഗിൻ്റെ പങ്ക് വളരെ വലുതാണ്. ആ പങ്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് അർഹിച്ച സാധനം കൊടുത്തേക്കും. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടിയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി നല്ല സതീശനാണ് വരുന്നതെങ്കിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിന് പള്ളു പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അതിനുള്ള അർഹത അവർക്കുണ്ട്, അതിനുള്ള യോഗ്യത അവർക്കുണ്ട്, അത് തെളിയിച്ചിട്ടുണ്ട്. യോഗ്യതയുണ്ട്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ നോക്കുമ്പോൾ ഈ മലബാർ മേഖലയിലായിട്ട് നോക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ UDFന് വേണ്ടി പണിയെടുക്കുന്നത് ലീഗാണ്, ലീഗിൻ്റെ പ്രവർത്തകരാണ് പോസ്റ്റർ ഒട്ടിക്കാനും പണിയെടുക്കാനും ഉള്ളതെന്ന് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഈ തവണ അത് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്തവണ തെരഞ്ഞെടുപ്പിലും ഈ ഒരു UDFന്റെ കേന്ദ്രങ്ങളിലടക്കം അല്ല LDFന്റെ കേന്ദ്രങ്ങളിലടക്കം ഒരു മികച്ച വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ മലബാർ സൈഡിൽ എത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് ആയാലും ലീഗിന്റെ വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ഏതൊക്കെ നമുക്കിനിയിപ്പോൾ ഇനി അടുത്ത ദിവസം തൊട്ട് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് UDFും കോൺഗ്രസും വ്യക്തമാകും. ഏറെക്കുറെ നമുക്ക് ഇപ്പം നിലവിൽ നമുക്ക് പറയാൻ പറ്റുന്ന VD സതീശനെ രമേശ് ചെന്നിത്തലയുടെ പേര് നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. അധികം ചാൻസ് ഒരു അദ്ദേഹത്തിന് സാധ്യത, അദ്ദേഹത്തിന് അർഹതയുണ്ടെങ്കിലും യോഗ്യതയുണ്ടെങ്കിലും ഒരു 40% നമുക്ക് മാറ്റി നിർത്താം. ബാക്കി 2 പേരും വരുമ്പം ഇതിൽ 30% കൊടുക്കാൻ വേണ്ടി പറ്റില്ല, 20% മാറ്റി നിർത്താൻ വേണ്ടി പറ്റും. ബാക്കി 2 പേരും 40%-ൽ 2 പേരും നിൽക്കേണ്ടി വരും. അവർ തുല്യതയായിട്ട് നിൽക്കേണ്ടി വരും. തുല്യപേര് 2 പേരും പണിയെടുത്തിട്ടുണ്ട്, 2 പേരും അതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ 5 വർഷത്തെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ സതീശന് 1 മാർക്ക് കൂടുതലാണ് എന്നത് പറയാതിരിക്കാനൊന്നും പറ്റില്ല.